ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വേണ്ട തക്കാളി, പച്ചമുളക്, സവോള എന്നിവ ഞാൻ ആദ്യമേ ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വേണ്ട എണ്ണയും ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് വിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവോളയും കൂടി ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് വഴഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ഒന്ന് കുറച്ച് നേരം വഴറ്റിയെടുക്കാം. നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വഴഞ്ഞു വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി 1-2 മിനിറ്റ് വേണ്ടി വരും ഒന്ന് വഴഞ്ഞു വരുന്നതിനായിട്ട്. നന്നായിട്ട് വഴഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഗരം മസാലയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബ്രെഡ് നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ബ്രെഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1 മിനിറ്റോളം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മസാല എല്ലായിടത്തും പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. അടിപൊളി ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം അവർ നല്ല ടേസ്റ്റിയോടെ ഒരു മടിയും കൂടാതെ കഴിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് രൂപത്തിൽ എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. താങ്ക്